വനവിഭവം ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയുടെ മരണം കൊലപാതകമാണെന്ന സൂചന. സംഭവത്തിൽ ആന നിരപരാധിയാണ്. പീരുമേട് തോട്ടപ്പുര സ്വദേശി സീത മരിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിലല്ലെന്നും ശരീരത്തിൽ മൽപ്പിടുത്തം നടന്നതിന് സമാനമായ പാടുകൾ കണ്ടെത്തിയെന്നും സൂചിപ്പിച്ച് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. സംഭവ സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കാട്ടാന ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ സീതയുടെ കഴുത്തിലും ശരീരത്തിലും മൽപ്പിടുത്തം നടന്നതിന് സമാനമായ പാടുകൾ കണ്ടെത്തിയതായാണ് വിവരം. സീതയെ വനത്തിലെ മീൻകുട്ടി ഭാഗത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ കാട്ടാന ആക്രമിച്ചതാണ് എന്നാണ് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബിനു വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നാൽ സീതയുടെ ശരീരത്തിലെ മുറിവുകളുടെ സ്വഭാവം കാട്ടാന ആക്രമണത്തിലുണ്ടായതല്ല എന്ന് ആദ്യമേ സംശയം തോന്നിയിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ഇതിനെ സാധൂകരിക്കുന്നതാണ് എന്നും കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. സീതയുടെ തലയ്ക്കൊഴികെ ശരീരത്തിൽ കാര്യമായ മറ്റു മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ടാക്കിയത്. ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ച തന്നെ കാട്ടാന തട്ടിത്തെറിപ്പിച്ചുവെന്ന് ബിനു പറഞ്ഞിരുന്നു. എന്നാൽ പരിശോധനയിൽ ബിനുവിനും കാര്യമായ പരിക്കുകൾ കണ്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിങ്കളാഴ്ച പോലീസിന് കൈമാറും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച സംഭവസ്ഥലം പീരുമേട് പോലീസ് പരിശോധിക്കും. വനത്തിനുള്ളിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ പീരുമേട് തോട്ടാപ്പുര സ്വദേശി സീതയുടെ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. മുഖത്തും കഴുത്തിലും കൈവിരലുകൾ കൊണ്ട് അമർത്തിയ പാടുകൾ, തലയുടെ ഇടതുഭാഗത്ത് പിടിച്ച വലതുഭാഗം പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിച്ച ക്ഷതങ്ങൾ, തലയുടെ ഇടതുവശത്തും ക്ഷതം, തല മരത്തിൽ ഇടിപ്പിച്ചതാകാൻ സാധ്യതയുണ്ട്. ആക്രമണം മുന്നിൽ നിന്ന്, തലയുടെ പിന്നിൽ പരിക്കുണ്ട്. ഇത് വീഴ്ചയിൽ സംഭവിച്ചതാകാം. മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തം നടന്ന പാടുകൾ, കഴുത്തിൽ ശക്തിയായി അമർത്തി പിടിച്ചിട്ടുണ്ട്. 2 കൈകൊണ്ട് മുഖത്തടിയേറ്റു. ഉയർന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് പാറ പോലുള്ള പ്രതലത്തിലേക്ക് മലർന്നു വീണിട്ടുണ്ട്. വീഴ്ചയിൽ പിടലി തകർന്നിട്ടുണ്ട്. ചെറിയ ദൂരം കാലിൽ പിടിച്ച് വലിച്ചിഴക്കപ്പെട്ടു. ഇടതുവശത്തെ 7 വാരിയെല്ലുകളും വലതുവശത്തെ 6 വാരിയെല്ലുകളും പൊട്ടി. 3 എണ്ണം ശ്വാസകോശത്തിൽ കയറി. നാഭിക്ക് തൊഴി കിട്ടി. വലത് കൈത്തണ്ടയിൽ ശക്തമായി പിടിച്ചു വലിച്ചതിന്റെ ലക്ഷണം. സീതയുടെ മരണത്തെക്കുറിച്ച് സംഭവം നടന്ന വെള്ളിയാഴ്ച രാത്രി തന്നെ സംശയം തോന്നിയിരുന്നതായി കോട്ടയം DFO N രാജേഷ് പറയുന്നു. സാധാരണ നിലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടാകുന്ന പരിക്കുകൾ സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. തന്നെയും കാട്ടാന എടുത്തെറിഞ്ഞുവെന്ന് സീതയുടെ ഭർത്താവ് ബിനു പറഞ്ഞിരുന്നു. എക്സ്റേ പരിശോധനയടക്കം നടത്തിയെങ്കിലും കാര്യമായ പരിക്കുകളൊന്നും ബിനുവിനുള്ളതായി കണ്ടെത്താനുമായിട്ടില്ല. ഫീൽഡിൽ ഉണ്ടായിരുന്ന വനപാലകരും ഇതേ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. സംഭവം പീരുമേട് DYSPയെ വെള്ളിയാഴ്ച രാത്രി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. വിശദമായ പരിശോധനകൾ വേണമെന്നും ആവശ്യപ്പെട്ടു. ബിനു ഫയർ വാച്ചറായി വനം വകുപ്പിൽ കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു. കാട്ടിൽ പോകുമ്പോൾ ആനകളുള്ള സ്ഥലത്ത് നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ശരിയായ ദിശയിൽ കൊണ്ടുപോയെന്ന ആളാണ് ഇദ്ദേഹം. അതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ മൊഴികളെല്ലാം സംശയം ബലപ്പെടുത്തുന്നതാണ് എന്നും DFO പറയുന്നു. സംഭവത്തിൽ DYSPയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഇടുക്കി വിഷ്ണു പ്രദീപ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ട ശേഷം കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് സീത കൊല്ലപ്പെട്ടതെന്ന് ബിനു ആവർത്തിക്കുന്നതെന്നും വീഡിയോ പ്രചരിക്കുന്നുണ്ട്.